കംപ്ലീറ്റ് ഓർഗാനിക്. പതിമുഖം ഉണ്ട്, നെല്ലിക്ക ഉണ്ട്. പ്രമേഹം മാത്രമല്ല മാറുന്നത്, ഷുഗർ എനിക്ക് ഒരു 230 ഉണ്ടായി. പൾപ്പ് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്നത്തെ മാത്രം ഓർഡർ കിട്ടിയ അതിന്റെ പാക്കിങ് മാത്രം. ഏകദേശം എല്ലാവരും ഒരു 10-25 വയസ്സ് തൊട്ടേ ഷുഗറിനെ പറ്റി ചിന്തിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ ഡയബറ്റീസിന് അല്ലെങ്കിൽ പ്രമേഹത്തിന് ഏറ്റവും നല്ലൊരു പ്രതിവിധി കണ്ടുപിടിച്ച ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ നെല്ലായി എന്ന് പറയുന്ന സ്ഥലത്ത് കാളൻ വൈദ്യ കുടുംബത്തിലെ കാർമാർക്കിൻ്റെ സ്ഥാപനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അകത്ത് പോയി കാണാം. ഞാൻ ഇവിടെ ഈ തൊപ്പിയും വെച്ച് കുറേ സാധനങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന പതിമുഖം ഉണ്ട്, നെല്ലിക്ക ഉണ്ട്, മഞ്ഞളുണ്ട്, ഉലുവ ഉണ്ട്. പിന്നെ ദേ ഇതെന്തോ ഈ ഡോക്ടറെ ഈ വള്ളിയൊക്കെ? ഇത് ചിത്താമൃതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുമ്പോൾ വളരെ നല്ലതാണ്. അപ്പൊ ഇതുപോലെ കുറെ പഞ്ചസാരയുടെ അളവുകൾ കുറയ്ക്കുന്ന സാധനമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണല്ലേ ഇത്, പ്രാണാട്ടോൺ. അപ്പോൾ ഇതെന്തിനാ മെയിൻ ആയിട്ട് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? പ്രമേഹത്തെ നിയന്ത്രിക്കാൻ നല്ലതാണ്. ഇതിൽ വരുന്ന ചേരുവകളെല്ലാം ഷുഗറിനെ കുറയ്ക്കുവാനും ഷുഗറിനോടനുബന്ധിച്ച് വരുന്ന രോഗങ്ങളെ ശമിപ്പിക്കുന്നതുമാണ്. ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട് രാവിലെ വെറും വയറ്റിൽ നെല്ലിക്കയുടെ ജ്യൂസ് പിഴിഞ്ഞു കുടിച്ചാൽ നന്നായിട്ട് ഷുഗർ കുറയും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഞാവൽക്കുരു, ഞാവൽത്തൊലി ഇതെല്ലാം പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ വരുന്ന നെല്ലിക്ക വൈറ്റമിൻ സിയും പ്രതിരോധശേഷിയും ഉള്ളതാണ്. പിന്നെ വരുന്നതാണ് മഞ്ഞള് ചർമ്മരോഗങ്ങൾക്കും അലർജിക്കും നല്ലതാണ്. പ്രമേഹത്തിന് നല്ലതാണ്. അതെ, പ്രമേഹത്തിനും ആണല്ലേ. പ്രമേഹം മാത്രമല്ല മാറുന്നത്, അപ്പൊ ഇത് കഴിക്കുന്നത് വഴി പ്രമേഹവും അതിനോടനുബന്ധിച്ച് വരുന്ന കുറെ രോഗങ്ങളും ഒക്കെ മാറും. ഇതെല്ലാം കൂടി ഞങ്ങൾ തയ്യാറാക്കിയതാണ് പ്രാണാട്ടോൺ. അപ്പൊ ഡോക്ടറെ ഇത്രയും സാധനങ്ങൾ മതിയോ ഡയബറ്റിക് കുറയ്ക്കാനായിട്ട്? കെമിക്കൽസ് ഒന്നുമില്ല, കംപ്ലീറ്റ് ഓർഗാനിക്. അപ്പൊ ഇതിന്റെ പ്രോസസ്സിംഗ് നമുക്കൊന്ന് കാണാൻ പറ്റുമോ? പുഴുങ്ങിയ നെല്ലിക്കയെ കുരുവും പൾപ്പുമായിട്ട് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ നെല്ലിക്കയുടെ കുരു എല്ലാം ഇങ്ങനെ മാറും അല്ലേ? പാത്രത്തിലെല്ലാം പുഴുങ്ങിയ നെല്ലിക്ക ഇതിങ്ങനെ കോരിയിട്ട് അപ്പൊ ഈ മെഷീനിൽ കൂടെ ഇറങ്ങുമ്പോ രണ്ടായിട്ട് അങ്ങ് മാറിപ്പോകും. കുരുവും പൾപ്പുമായിട്ട് സെപ്പറേറ്റ് ആവും. അതിനുശേഷം ആ പൾപ്പ് നമ്മൾ ഗ്രൈൻഡറിലോട്ട് ഇടും. അവിടെ കണ്ട മരുന്നുകളെല്ലാം നമ്മൾ പുഴുങ്ങിയിട്ട് പൾപ്പ് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എക്സ്ട്രാക്ട് എടുക്കുന്ന ഒരു പ്രോസസ്സ്. അത് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സിങ്ങിലോട്ട് കൊണ്ടുപോകും. നമ്മൾ അവിടെ കണ്ട എക്സ്ട്രാക്ട് ഇല്ലേ, അത് ഇവിടെ കഷായം വെക്കുകയാണ് ചെയ്യുന്നത്. അതാണോ ഈ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന് എത്ര ദിവസം എടുക്കും ആ ഒരു കഷായം ആകാനായിട്ട്? 4 ദിവസം നമ്മൾ ഇതിനെ കുറുക്കി 8-ൽ 1 വറ്റിച്ച് അരിച്ചെടുക്കും. ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇവിടെ നിൽക്കുമ്പോ തന്നെ നല്ല ചൂടുണ്ട്. പക്ഷെ ഈ ചൂട് ഭയങ്കര ഔഷധ ഗുണമുള്ളതാ അല്ലേ? ചേട്ടൻ എത്ര നാളായിട്ട് ഈ ഒരു ജോലിയിലുണ്ട്? ഞാൻ ഇപ്പോ 15 വർഷമായിട്ട് ഈ ഒരു പ്രോസസ്സിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുവാ? ശ്രദ്ധിക്കേണ്ടത് ഇത് അടി പിടിക്കാതെ നോക്കണം. മീഡിയം തീയിലെപ്പോഴും ഒരു തീയാണ് അതിന്റെ കണക്ക് അല്ലേ? കാരണം തീ കൂടുതലായി കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം കുറയും. അപ്പൊ ഡോക്ടറെ എങ്ങനെയാണ് ഇതിന്റെ ഡോസേജ് വരുന്നത്? ഇത് നമ്മള് കുപ്പി കുളിക്കിയതിന് ശേഷം 30 ml എടുക്കുക. നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് എന്നിട്ട് അതിന് സമം 30 ml വെള്ളം ചേർക്കുക. ഓക്കെ കറക്റ്റ് നമ്മൾ ഈ 30 ml തന്നെ ചേർക്കണം അല്ലേ? അപ്പൊ 30 ml ഒരു നമ്മുടെ പ്രാണാട്ടോണും 30 ml വെള്ളവും ചേർത്ത് അത് കഴിഞ്ഞ് 2 നേരം ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ കഴിക്കാം. അത്രേ ഉള്ളൂ കാര്യം. ഷുഗറൊക്കെ പമ്പ അടക്കും. അപ്പൊ ഡോക്ടറെ എത്ര നാള് നമ്മൾ ഈ പ്രാണാട്ടോൺ ഉപയോഗിക്കണം? ഇത് 2 മാസത്തോളം കഴിക്കാനാണ് പറയുന്നത്. 2 മാസത്തിന് ശേഷം ഷുഗർ കൺട്രോളിലാവും. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം. നമ്മുടെ ഷുഗറിന്റെ ലെവൽ അനുസരിച്ച് വേണമെങ്കിൽ കണ്ടിന്യൂ. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇവിടുത്തെ ലാബിലാണ്. ഇവിടെ മരുന്ന് പ്രോസസ്സിംഗിന് ശേഷം ഇവിടെ ലാബിൽ ടെസ്റ്റ് ചെയ്ത് QC പാസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ പാക്കിങ്ങിന് പോവുള്ളൂ. ഓക്കെ. എല്ലാ ബാച്ചിലും ഒരു സാമ്പിൾ നമ്മൾ ഇവിടെ സൂക്ഷിക്കും. അതെന്തിനാ? പിന്നീട് നമുക്ക് അറിയാൻ വേണ്ടി എത്ര കാലം ഇരിക്കും, ക്വാളിറ്റീസും അറിയാൻ വേണ്ടി. നമ്മുടേതായ ഒരു കൂട്ട് വെച്ചിട്ടുണ്ടാക്കിയ ഒരു മെഡിസിൻ ആരോഗ്യമാണ്, ആയുർവേദമാണ്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ മാർക്കറ്റില് വിൽക്കുമ്പം അതിന് വേണ്ട ലൈസൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? നമുക്ക് ഡ്രഗ് ലൈസൻസ് ഉൾപ്പെടെ എല്ലാ ലൈസൻസും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാണാട്ടോണിന് നമുക്ക് പേറ്റന്റും കിട്ടിയിട്ടുണ്ട്. നമുക്ക് പേറ്റന്റ് കിട്ടിയ പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം. ഇതിലൊരെണ്ണമാണ് ലാവാട്ടോ. ഇതെന്തിനാ ഡോക്ടർ ഉപയോഗിക്കുന്നത്? നെഞ്ചരിച്ചില്, ഗ്യാസ് ട്രബിള്, പുളിച്ചിട്ടലിന് വളരെയധികം റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് നമ്മൾ 2 നേരം തന്നെ ഭക്ഷണത്തിന് മുമ്പ് 10 ml വെള്ളത്തില് കഴിക്കാവുന്നതാണ്. വേറൊരു പ്രൊഡക്റ്റ് ആണ് കുങ്കുമാതി തൈലം. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് മുഖക്കാന്തിക്കും മുഖത്തെ ചുളിവുകൾക്കും മുഖത്തെ പാടുകൾക്കും വളരെ ശരി. അപ്പൊ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, സൗന്ദര്യ സംരക്ഷണം ഉണ്ട്. അപ്പൊ ഡോക്ടറെ ഇതെല്ലാം നമുക്ക് മേടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ പ്രോഡക്ട്സും എല്ലാ പ്രോഡക്ട്സും സൈറ്റ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇവിടെ തകൃതിയായിട്ട് ഒരു പരിപാടി നടക്കുന്നുണ്ട്. വേണ്ടേ ഇതെല്ലാം പാക്ക് ചെയ്യാണ്.
പ്രാണാട്ടോണിന്റെ പാക്കിംഗ് ആണ് നടക്കുന്നത് അല്ലേ ചേച്ചി? അപ്പോൾ ഇത് പ്രൈമറി ആയിട്ടുള്ള നോർമൽ പാക്കിംഗ് ആണ്. ലോക്കൽ ആയിട്ടുള്ള കേരളത്തിലെ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും, ഇന്ത്യയിൽ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ഒക്കെ അവൈലബിൾ ആകാനുള്ള പാക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ മാത്രമേ ഉള്ളൂ അല്ല. ഇതേ നോക്കിക്കേ, ഇവിടെ ആമസോൺ വഴി ഈ ഒരു പ്രാണാട്ടോൺ സെല് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ മാത്രം ഒരു പാക്കിങ്ങും ഓർഡർ കിട്ടി, അതിൻ്റെ പാക്കിങ് മാത്രമാണ് ഇത്രയും കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ദിവസം എത്ര പ്രോഡക്റ്റ് ആണ് ഇവിടുന്ന് ലോകത്തിലുടനീളം ഉപയോഗിക്കുന്നത്. ഈ പ്രാണാട്ടോൺ കഴിച്ച് അതിന്റെ റിസൾട്ട് കിട്ടിയ ഒരാളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചേട്ടന്റെ പേരെന്താ? സനോജ്. ഒരു ഇന്റർനാഷണൽ അത്ലറ്റിക് മെഡലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ദേശീയ നീന്തൽ ചാമ്പ്യാണ്. കുറച്ചാളായിട്ട് എനിക്കൊരു വീക്ക് ഉണ്ടായിരുന്നു. ഷുഗർ എനിക്ക് ഒരു 230 ഉണ്ടായി. അപ്പൊ അത് ഞാൻ മരുന്ന് കഴിച്ചത് ഒരു 110ഓളായി. എത്ര ബോട്ടിൽ കഴിച്ചത്? ഞാനൊരു 3 ബോട്ടിലോളം കഴിച്ചിരുന്നത്. അപ്പൊ സാധാരണ ഈ ആയുർവേദ മരുന്നുകളൊക്കെ പറയുമ്പോഴേ ഈ കിഡ്നി അങ്ങനത്തെ ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, അങ്ങനെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ചേട്ടന് ഫീൽ ചെയ്തോ? എനിക്ക് ഫീൽ ചെയ്തു. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആ കറക്റ്റ് ടൈമിന് കഴിക്കണം. ആയുർവേദം മരുന്നാണ്, കറക്റ്റ് ടൈമിന് കഴിക്കാം. ഭക്ഷണശേഷം മാത്രം കഴിക്കാം. അല്ലെങ്കിൽ പലതരം ദൂരാസാധനം കറക്റ്റായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ആയുർവേദമാണ് സൂപ്പർ. ഇനിയിപ്പോ നിങ്ങൾ നാട്ടിലില്ല, വിദേശത്ത് എവിടെയെങ്കിലും ആണ്, നിങ്ങൾക്ക് ഈ ഒരു ആമസോൺ സർവീസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. sholiayurveda.com ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാം. ഫോൺ നമ്പറും ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി.